പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്താലാണ് ദൈവത്തിന് ഇഷ്ടപ്പെടുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? എന്നും പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് ഇഷ്ടപ്പെടുമോ? എല്ലാം സൺഡേയിൽ ചർച്ചിൽ പോയാൽ ദൈവത്തിന് ഇഷ്ടപ്പെടുമോ? മറ്റുള്ളവരെ സഹായിച്ചാൽ ദൈവത്തെ ഇഷ്ടപ്പെടുമോ? ഇതൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കാം ചിലപ്പം. പക്ഷേ എപ്പോഴും ഇത് മാത്രം ചെയ്താൽ മാത്രമല്ല ദൈവത്തിന് ഇഷ്ടപ്പെടുന്നത്. കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, സദൃശ്യവാക്യം 21:3, ന്യായവും നീതിയും പ്രവർത്തിക്കുന്നത് യഹോവയ്ക്ക് ഹനനയാഗത്തേക്കാൾ ഇഷ്ടം. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. നീ എത്ര യാഗം കഴിച്ചാലും അതിനേക്കാൾ ഇഷ്ടമുള്ളത് ദൈവത്തിന് ഒറ്റ കാര്യമുള്ളൂ: നീതിയും ന്യായത്തോടെ നടക്കുന്നവൻ, അല്ലെങ്കിൽ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നവൻ. നിൻ്റെ ജീവിതത്തിൽ നീ നീതിയോടെ വിശ്വസ്തയോടെ നിൽക്കുകയാണെങ്കിൽ, ന്യായത്തോടെ നിൽക്കുകയാണെങ്കിൽ, അതാ ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ക്രൂശിൻ്റെ മരണത്തോളം കർത്താവായ ദൈവം നീതിയും ന്യായത്തോടെ നടന്നേ. അതാ ദൈവം നമ്മളെ കൊണ്ടും ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ ന്യായത്തോടെയും നീതിയോടെ നടക്കാൻ. ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ക്രിസ്തു എന്ന ഭാവം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ക്രിസ്തുവിൻ്റെ ഭാവമായിരുന്നു ന്യായത്തോടും നീതിയോടെ നടത്തുന്നത്. എല്ലാവരോടും ഒരേപോലെ ആയിരുന്നായിരുന്നു ക്രിസ്തു. അതാ കർത്താവായ ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്നീ പകൽ വേളയിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ന്യായത്തോടും നീതിയോടും നമുക്ക് നടക്കാൻ കഴിയണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെ സഹായിക്കണം, ന്യായത്തോടെ നടക്കാനും നീതിയോടെ നടക്കാനും എന്നെ സഹായിക്കണം. കാരണം അങ്ങയുടെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, ഏത് ഹനനയാഗത്തെക്കാളും ഹോമയാഗത്തെക്കാളും ഏറ്റവും വിലയേറിയത്, അല്ലെങ്കിൽ അങ്ങേക്ക് ഇഷ്ടമുള്ളത് ന്യായവും നീതിയോടെ നടക്കുന്നവനാണ്. ദൈവമേ, എനിക്കും അങ്ങനെ നടക്കാൻ ഉള്ള സഹായം അങ്ങ് തന്നെ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ.